ഈ സിനിമയിലും നാടകത്തിലും ആൽബത്തിലും ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ അഭിനയിക്കാൻ കഴിയും ഒരു മനുഷ്യന് എന്നുള്ളത് ഓരോ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ട സുധിച്ചേട്ടൻ്റെ ഭാര്യയായ രേണു സുധി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, ഈ ടോപ്പിക്ക് താല്പര്യമില്ലാത്തവർ, രേണു സുധിയെക്കുറിച്ച് അറിയാനും കേൾക്കാനും താല്പര്യമില്ലാത്തവർ, അല്ലെങ്കിൽ അവരെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. കാരണം ഇപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നു കഴിഞ്ഞാലും കാണുന്ന വീഡിയോകളെന്ന് പറയുന്നത് രേണു സുധിയുടെ ഷോർട്സും രേണു സുധിയുടെ ഇൻ്റർവ്യൂവും അല്ലെങ്കിൽ രേണു സുധിയെക്കുറിച്ചുള്ള വാർത്തകളും ഒക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കും അതേക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇന്നും ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം രേണു സുധിയെക്കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണുന്ന രേണു സുധി. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് സുധിച്ചേട്ടൻ്റെ മകനായ കിച്ചുവിനും രേണു സുധിയുടെയും സുധിച്ചേട്ടൻ്റെയും മകനായ ഋതപ്പൻ, ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഫിറോസ് എന്ന വ്യക്തി മുൻകൈ എടുത്തുകൊണ്ട് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു വീടൊക്കെ വെച്ച് കൊടുത്തു. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വളരെ റീസെൻ്റ് ആയിട്ടാണ് ആ വീടിൻ്റെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതും. എന്നാൽ ഇപ്പോൾ അവിടെ ഇവിടേക്കാണ് ചോർച്ചയുണ്ടെന്നും അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന രീതിക്ക്. അതായത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ചോർച്ച നടച്ചു തരുമോ, കഴിഞ്ഞ ദിവസം വീട്ടിൽ കബോർഡില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത്, ഇപ്പോൾ വീടിന് ചോർച്ചയുള്ളതായി. അപ്പം ഇങ്ങനെ സഹതാപം കൊണ്ട് ആളുകൾ ചെയ്തു കൊടുത്ത കാര്യത്തെ പോലും കുറവ് കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് രേണുസുധി മാറിക്കഴിഞ്ഞു. ശരിക്കും എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പബ്ലിക്കിനെ എങ്ങനെ പ്രൊവോക്ക് ചെയ്ത് ലൈം ലൈറ്റിൽ നിൽക്കാം, ഇതാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നതും ഓരോ ദിവസവും അവരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളും ആ രീതിയിലാണ്. ഞാൻ ഇന്നലെ അവരുടെ കുറച്ച് സ്റ്റോറീസ് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ഞാൻ വിചാരിച്ചു, ഇവരെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവരെന്തിനാണ് ഇങ്ങനെ ക്യാപ്ഷൻ ഇടുന്നത്, ഇങ്ങനെ ഒരു റൈറ്റ് ഇടുന്നത് എന്തിനാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവർക്ക് ഷോർട്ട് ഫിലിം ചെയ്യാം, സിനിമ ചെയ്യാം, ആൽബം ചെയ്യാം, അതിനൊന്നും ആർക്കും ഒരു വിമർശനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡ്, സമൂഹത്തിനോടുള്ളൊരു സമീപനം, ഇതിനെയാണ് ആൾക്കാർ വിമർശിക്കുന്നതും ആൾക്കാർ മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്നതും. സൊസൈറ്റിയെ വെല്ലുവിളിക്കുന്ന പോലെയാണ് ഓരോ സംസാരങ്ങൾ. 1-2 വീഡിയോകൾ നമുക്കൊന്ന് കാണാം, കണ്ടിട്ട് വേണം സംസാരിക്കാനായിട്ട്. ഒരുപാട് നമ്മൾ എന്താ പറയുക, നെഗറ്റീവ്സ് പകുതി കുറച്ച് ഉണ്ടെങ്കിലും അതിലുപരി അതിലും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ആളുകളാണ് കൂടുതലുള്ളത്. ഉറപ്പിക്കാവോ, രേണു സുധിയുടെ ഏതൊരു വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്താലും സപ്പോർട്ട് ചെയ്യുന്ന വിരലെണ്ണാവുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 1 മില്യൺ അടിച്ച വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒരു 50,000 കമന്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 49,990 കമന്റും നെഗറ്റീവായിരിക്കും. ബാക്കി 10 കമന്റ് ഇവരുടെ ബന്ധുക്കളാണ് പെടുന്നത്. ആ ബന്ധുക്കൾ തന്നെ പോസിറ്റീവായിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു, കിച്ചു ആ വീട്ടിലേക്ക് വന്നപ്പോൾ കൊടുത്തൊരു സ്വീകരണം. രേണു സുധി അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ അവരുടെ ബന്ധുക്കളോട് ഉണ്ടായിരുന്നു. ആ മകൻ്റെ പേരുള്ള വീടാണ്, അല്ലെങ്കിൽ അവന് കൊടുത്ത വീടാണ്. അവിടെ അവൻ്റെ ഒരു അതിഥിയായിട്ട് താമസിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്, അല്ലെങ്കിൽ അതിഥിയായിട്ട് വരേണ്ടി വരുന്ന ഒരു ഗതികേട്, അത് ആ കുഞ്ഞിൻ്റെ മുഖത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ മഴവെള്ളം ചോർച്ചയുണ്ടെന്ന് പറയുന്ന ആ ഒരു ചോർച്ച നിർത്താനുള്ള വരുമാനം പോലും രേണു സുധിക്ക് ഉണ്ടാവുന്നില്ലേ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്റർവ്യൂകൾക്ക് പോകുന്നത് കാശ് മേടിച്ചിട്ടാണ്, ആൽബം ഷൂട്ടിന് പോകുന്നത് കാശ് മേടിച്ചിട്ടാണ്, ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുന്നത് കാശ് മേടിച്ചിട്ടാണ്. ചുമ്മാ പുളിങ്കുരുവല്ലല്ലോ കിട്ടുന്നത്, കാശ് തന്നെയല്ലേ കിട്ടുന്നതല്ലേ, ഇങ്ങോട്ട് പോരട്ടെ. ഇതാണ് ഒരു ആറ്റിറ്റ്യൂഡ്. ഇതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ തോന്നുന്നുള്ളൂ നിങ്ങൾ കമന്റ് ബോക്സിലൊന്ന് എഴുതിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ മോശമാണ്. സമൂഹത്തിനോട് കാണിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ മോശം, പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ലത്. അത്ര അരഗൻ്റായിട്ടും അല്ലെങ്കിൽ ആ ലെവലിലാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ, ഇതിനകത്ത് സൊസൈറ്റിയിലുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും അവരെ സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ കുറച്ച് പേര് മാത്രമാണ് അവർക്കെതിരെ നെഗറ്റീവ് പറയുന്നത്. പക്ഷേ ഞാൻ കണ്ടിടത്തോളം ബഹുഭൂരിപക്ഷം ആൾക്കാരും നെഗറ്റീവ് പറഞ്ഞിട്ട് കുറച്ച് പേര് മാത്രം പോസിറ്റീവ് പറയും. ബാക്കി നോക്കാം. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ സ്നേഹത്തിനും നന്ദി. ഇനി മുന്നോട്ടുള്ള ഞങ്ങളുടെ ലൈഫിലെ ഓരോ എന്താ പറയുക മേഖലയിലും, ഞങ്ങളുടെ ഓരോ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഈ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദി. ഈ രീതിക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് സ്നേഹവും സപ്പോർട്ടും കിട്ടും. വെയിറ്റ് ചെയ്തിരുന്നോളൂ. കൊട്ടക്കണക്കിന് സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഇങ്ങനെ കൊണ്ട് കുമിഞ്ഞു കൂടാൻ പോവുകയാണ്. ഈ വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെപ്പോലുള്ള സാധാരണ വളർന്നു വരുന്ന കലാകാരന്മാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. നല്ല മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങളിൽ ഓരോരുത്തരും. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള നല്ല മനസ്സുകൊണ്ട് ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളാണ് നമുക്ക് കമൻ്റായിട്ട്. സോപ്പ് ഇട്ടോ, പക്ഷേ പതപ്പിക്കാൻ നോക്കണ്ട. കാര്യം രേണു സുധി എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ രേണു സുധിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്. ഇവരെയാണല്ലോ സപ്പോർട്ട് ചെയ്തതെന്ന് ഓർത്തിട്ട്, ഇവർക്ക് വേണ്ടിയാണല്ലോ 1-2 വീഡിയോ ആണെങ്കിൽ പോലും സംസാരിച്ചത് ഇവർക്ക് വേണ്ടിയാണല്ലോ എന്നോർത്ത് പുച്ഛം എനിക്ക് എന്നോട് തന്നെ തോന്നുകയാണ്. കൊണ്ട് ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളാണ് നമുക്ക് കമൻ്റായിട്ട് നല്ല മനുഷ്യർ തരുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എല്ലാവരോടും നന്ദി. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ രേണു സുധി ആസ്വദിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ സമൂഹത്തെ പ്രവോക്കാൻ വേണ്ടി ഒരു മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട് മീഡിയയ്ക്ക്.
അതൊന്ന് കണ്ടു നോക്കാം. രേണു സുധിയുടെ ഇൻസ്റ്റാ പേജ് എടുക്കുക. രേണു സുധി ഒഫീഷ്യൽ ആണ്. രേണു സുധി നടിച്ചു കൊടുക്കുക. രേണു സുധിയുടെ സുധിച്ചേട്ടന്റെ കൊല്ലം സുധിച്ചേട്ടന്റെ പ്രൊഫൈലുള്ളതാണ് എന്റെ ഒറിജിനൽ ഇൻസ്റ്റാ ഐഡി. 307K സംതിങ് ഫോളോവേഴ്സ് ഉള്ള. ഫസ്റ്റ് ഓഫ് ഓൾ രേണു സുധി ഒരു കാര്യം മനസ്സിലാക്കുക. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി ഒരു കലാകാരൻ എന്നതിലപ്പുറം ഒന്നും അല്ലായിരുന്നു. അദ്ദേഹം ഒരു കലാകാരനാണ് എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. എന്താ സഹതാപ തരംഗമാണ് ഇവിടം വരെയൊക്കെ എത്തിച്ചത്. അതിന് നിങ്ങളൊരു ശരിക്കും കൊല്ലം സുധിച്ചേട്ടൻ ഒരു കോമാളിയാക്കി മാറ്റി. നിങ്ങൾ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ ഒരുപാട് പേർക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നി. ആ സഹതാപം നിങ്ങളിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഇപ്പോൾ ആ മനുഷ്യനെ നിങ്ങളൊരു വെറുമൊരു കോമാളിയാക്കി മാറ്റി. ആ ലെവലിലേക്കാണ് നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ ഓരോ സംസാര രീതികളും മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് പറയിപ്പിക്കാൻ വേണ്ടി തന്നെ ഓരോന്നും പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതൊന്ന് എഴുതിയിട്ടോളൂ. എന്താണ് ഫീൽ ചെയ്യുന്നത് രേണു സുധിയെക്കുറിച്ച് പറയുമ്പോൾ, കേൾക്കുമ്പോൾ, ആ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത എന്താണ്? അതൊന്ന് എഴുതിയിടാൻ പറ്റുവാണെങ്കിൽ വളരെ സന്തോഷം. ബാക്കി നോക്കാം. സ്റ്റഡി തുറക്കുക, കുറച്ച് റീൽസ് എടുക്കുക, കമന്റ് വായിക്കുക, നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങൾ 5 മിനിറ്റുള്ളിൽ നിങ്ങളുടെ സ്ട്രെസ് റിലീഫ് ആയിട്ട്. ഇവരെന്താ വിചാരിച്ചിരിക്കുന്നത്? നാട്ടുകാരെന്താ ഇവരുടെ കമന്റ് ബോക്സ് നോക്കി ആനന്ദ പുളകിതരാവാൻ വേണ്ടി നടക്കുകയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൽ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് വായിക്കാം. ഈ ഒരു കാര്യത്തിൽ രേണുവിനെ സമ്മതിച്ചേ പറ്റൂ. ഇത്രയും നെഗറ്റീവും മോശം കമൻറ്റും അതും കൂടുതൽ കമൻസും വായിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളതാണ്. ഇത്രയുമൊക്കെ വന്നിട്ടും അതിലൊന്നും ഡൗൺ ആകാതെ കിട്ടുന്ന ആൽബവും ഷോർട്ട് ഫിലിമുകളും ഫോട്ടോഷൂട്ടും ഒക്കെയായി പുള്ളിക്കാരി ഹാപ്പിയായി പോകുന്നു. അത് കണ്ട് ചൊറിയാൻ കുറേ പേര്. പിന്നെ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവരോട് കൊല്ലം സുധിയുടെ ഭാര്യ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ. കുറേ നാളായില്ലേ ഇവരെ പച്ചയ്ക്ക് കൊത്തി വലിക്കുന്നു. ഇനിയെങ്കിലും മാറ്റിപ്പിടിക്കും. അവർക്ക് ഇതിൽ നിന്നൊക്കെ വലിയ വരുമാനമൊന്നുമില്ല. കിട്ടുന്നത് കൊണ്ട് അവർ സന്തോഷമായി ജീവിക്കട്ടെ. ഇതിന് മാത്രം നെഗറ്റീവ് ഇടാൻ എന്താണുള്ളത്? അവരുടെ ലോകത്തിൽ അവർ ഹാപ്പിയാണ്. ഇത്രയും മാത്രം നെഗറ്റീവ് വന്നിട്ടും അവർ പിടിച്ചു നിൽക്കുന്നില്ലേ? രേണു സുധിയുടെ വീട്ടിനകത്ത് പോയിട്ട് ആരും അവരെ മോശം പറയാൻ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ വീട്ടിനകത്ത് പോയിട്ട് ഇന്ന് രേണു സുധി എന്താ ചെയ്യുന്നത്, ഇന്ന് രേണു സുധി എന്താ പറയുന്നത് എന്ന് നോക്കി ആരും നിൽക്കുന്നില്ല. അവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് ഓരോ വ്യക്തികളും എടുത്തു വെച്ച് സംസാരിക്കുന്നതാണെങ്കിലും അത്തരം വീഡിയോകളുടെ താഴെ മാത്രമാണ് അവർക്കെതിരെ വരുന്ന കമൻറ്റുകളും. അവർ പറയുന്ന കാര്യങ്ങൾ നല്ലതായിരുന്നുവെങ്കിൽ, അവരുടെ ആറ്റിറ്റ്യൂഡ് നല്ലതായിരുന്നുവെങ്കിൽ ഒരാളും മോശം പറയില്ല. എന്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ലോകത്ത് ആദ്യമായിട്ടല്ല ഒരു സെലിബ്രിറ്റിയുടെ വൈഫ് വിധവയാവുന്നത്? വൈ രേണു സുധി? അത് അവരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ കുഴപ്പമാണ്. ഒരാളാണ് രേണു സുധി എതിർക്കുന്നതെങ്കിൽ അത് ആ ഒരു വ്യക്തിയുടെ തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് പറയാം. പക്ഷെ ഒരു സമൂഹം ഒന്നടങ്കം രേണു സുധി എതിർക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്കാണ്? നിങ്ങൾ പറയും. അത് സമൂഹത്തിൻ്റെ മിസ്റ്റേക്കാണോ അതോ രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിക്ക് വരുന്ന മിസ്റ്റേക്കാണോ? നിങ്ങൾ പറയുക. ഒരു സമൂഹം ഒന്നടങ്കം അവരെ എതിർത്ത് സംസാരിക്കുകയാണ്, അവരുടെ കാട്ടിക്കൂട്ടലുകൾ എതിർക്കുകയാണ്. അപ്പോൾ അത് ആരുടെ മിസ്റ്റേക്കാണ്? അത് തിരിച്ചറിയാൻ രേണു സുധി തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും ആ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തോട്ടെ, ആ നെഗറ്റിവിറ്റിയിൽ ഞാൻ ജീവിക്കുന്നുള്ളൂ എന്ന് അവർ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ലല്ലോ, പോകുന്നെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതിയല്ലോ. അപ്പോൾ പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇനി പോകുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അടുത്തൊരു വീഡിയോ കാണാം. എന്താ പോകുമ്പോ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കണ, എന്താ വിഷമിച്ചിരിക്കണ, എന്താ പറ്റിയേ? അവൻ പറഞ്ഞതിന് ശേഷമാണോ? ഇപ്പൊ നമ്മള് അതൊന്നും വന്നപ്പോഴേ നല്ലൊരു ഓട്ടോച്ചേട്ടനെ കണ്ടു. ചേട്ടൻ ചേച്ചി അല്ലേ ചോദിച്ചു, ആണെന്ന് പറഞ്ഞു. പുതുച്ചേട്ടനെ അവസാന നിമിഷത്തിൽ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനെ അവസാനമായിട്ട് കണ്ടെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് പഴയ കാര്യം ഓർമ്മ വന്നു. നമ്മൾ കണ്ടില്ലല്ലോ അവസാനമായിട്ട്. ഞാൻ ചോദിച്ചു ചേട്ടൻ കരയുന്നുണ്ടായിരുന്നോ, ചേട്ടൻ്റെ മുഖത്തുള്ള ഉണ്ടായിരുന്നു, എനിക്കറിയില്ലല്ലോ. അതൊക്കെ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ മൂളുന്നുണ്ടായിരുന്നു, ഓർമ്മയൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. വിഷമിക്കല്ലേ ഇപ്പം പറ്റേ? എന്തിനു വിഷമിക്കണ? ഇനി വിഷമിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മരിച്ചവര് അടുത്തിരുന്ന ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ കർച്ചീഫ് ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് തുടച്ചു കൊടുക്കുക. കഷ്ടമാണ്. വരുന്ന വഴിക്ക് ഏതൊരു ഓട്ടോ ചേട്ടനെ കണ്ടു. ആ ചേട്ടനാണ് സുധിച്ചേട്ടൻ അവസാനമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതെന്ന് പറയുന്നു. അദ്ദേഹം കൂടിയാണ് പോയതെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു എങ്ങനെയായിരുന്നു, അദ്ദേഹം കണ്ണു തുറന്നിട്ടുണ്ടായിരുന്നോ, സംസാരിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനയാൾ മറുപടി പറഞ്ഞപ്പോൾ ഇവർ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചു. ക്വൈറ്റ് നാച്ചുറൽ. അതായത് ഒരു വ്യക്തി നമ്മളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നതും അല്ലെങ്കിൽ അയാളെക്കുറിച്ച് വേറൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് അത് ആ ചിന്ത വരുന്നതും പഴയ മെമ്മറീസൊക്കെ വരുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതിനൊരു വീഡിയോ ആക്കി പുറത്തേക്ക് വിടാൻ ഉളുപ്പുണ്ടോ? അതൊരു സഹതാപം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? സഹതാപ തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? അയ്യോ പാവം, ഇപ്പോഴും സുധിച്ചേട്ടൻ്റെ ആ ഓർമ്മയിൽ ജീവിക്കുന്ന ഭാര്യ, അതിൽ പരം വേറൊരു സന്തോഷം രേണു സുധിക്ക് ഇല്ല എന്ന് നാട്ടുകാർ പറയണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും ഈ നിലവിലുള്ള കോൺട്രവേഴ്സി, ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് മുങ്ങിപ്പോകുമല്ലോ. പഠിച്ച കള്ളി. അഭിനയിക്കാൻ നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അതെന്തിനാ
അതെന്തിനാണ് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെന്തിനാണ് സോഷ്യൽ മീഡിയ കൊണ്ടിടുന്നത്? എനിക്ക് വേണ്ടപ്പെട്ട ആൾ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അയാളെക്കുറിച്ച് ചിന്തിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിൻ്റെ ഒരു സഹതാപം ഉണ്ടാക്കേണ്ട അയ്യോ 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 എന്ന് പറയിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് കൊണ്ടിട്ടൊരു വീഡിയോ. ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നുമില്ല, പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരുതരം പ്രഹസനമായിട്ട് തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് രേണുസുതിയുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എന്തായാലും കിച്ചുവിന് ആ വീട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം കിച്ചു അവിടെ ഇപ്പോൾ ആരും അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അവൻ യൂട്യൂബിൽ വീഡിയോകൾ ചെയ്ത് അതിൻ്റെ വരുമാനം കൊണ്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ രേണു എന്തൊക്കെയോ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. കൊടുക്കുകയില്ല എന്നുള്ളത് കിച്ചുവിനും രേണുവിനും മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ അവന് പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്. അവന് പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഫ്ലവേഴ്സ് TV ആണ്. ബാക്കി അവന് എന്തെങ്കിലും പോക്കറ്റ് മണി ആവശ്യം വരികയാണെങ്കിൽ രേണു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ യൂട്യൂബ് ചാനൽ അത്യാവശ്യം റീച്ചുള്ള ചാനലാണ് കിച്ചുവിൻ്റെ ചാനൽ. അപ്പോൾ അതുവഴി ഇൻകം വന്നു കഴിഞ്ഞാൽ പിന്നെ കിച്ചുവിന് അതിൻ്റെ ആവശ്യമില്ല. അവൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ആ വീട് അവിടെ താമസിച്ചുകൊണ്ട് ആ വീടിനെ കുറ്റം പറയുന്നത്, ഇപ്പം നമുക്കൊരാളൊരു വീട് വെച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കത്തില്ല. അതൊരു വലിയ കാര്യമായിട്ട് കണ്ടിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വീടാണ്, ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒരിക്കലും അത് വന്നിട്ട് പബ്ലിക്കലി പറയേണ്ട കാര്യമില്ല. അതാരും ചോദിച്ചിട്ട് പറയുന്നതല്ലോ, പറയുവാണ്. അപ്പോൾ ഈ കേൾക്കുന്ന വ്യക്തി ഈ ഫിറോസൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ വീട് വെച്ച് കൊടുത്ത കൂട്ടായ്മയിലുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, ഇത് കേൾക്കുമ്പോൾ അയ്യോ ഞങ്ങൾ വെച്ച് കൊടുത്ത വീട് ചോർന്നല്ലേ, ഞങ്ങൾ അത് ചോർച്ച അടച്ചുതരാട്ടോ എന്നും പറഞ്ഞ് വിളിക്കുന്നോർത്തിനാണോ പറഞ്ഞത്? അപ്പോൾ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സീസ് രേണുവായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചു മനഃപൂർവ്വമാണ് കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ട് വീഡിയോ, അല്ലെങ്കിൽ ആ ഹോം ടൂർ പോലെ ആ വീഡിയോ, ഹോം ടൂർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ വീഡിയോ എടുത്തത് മനഃപൂർവ്വമാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അവന് അവിടെയുള്ള അക്സെപ്റ്റൻസ് എന്താണെന്നുള്ളത് നാട്ടുകാരെ അറിയിക്കണം അവന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.